ഹലോ എവരി വൺ, നമുക്ക് അടുത്തൊരു ഒളിമ്പിയാഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ is equal to 5 then the value of 2a minus 5a minus 1/3 is എന്നുള്ള ഒന്നുമില്ല. ഈ ഇക്വേഷനിൽ എ ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്യുക, 5 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. സോ നമുക്കിവിടെ തന്നിട്ടുള്ള എക്സ്പ്രഷൻ 2a മൈനസ് 5a മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതാണല്ലോ. അപ്പോൾ 2a എന്നുള്ളത് എന്തായിട്ട് മാറും, 2 ഇൻറ്റു എ ഉള്ളത് മാറി 2 ഇൻറ്റു 5 ആവും. എക്ക് പകരം 5 കൊടുത്തു. മൈനസ് 5a എന്നുള്ളത് എന്തായിട്ട് മാറും, 5 ഇൻറ്റു 5 ആയിട്ട് മാറും. മൈനസ് 1/3 എന്നായിട്ട് മാറും. ഓക്കെ, സോ 2 ഇൻറ്റു 5 10 ആണ്. 10 മൈനസ് ഈ ഒരു ഫ്രാക്ഷൻ നമുക്ക് നോക്കാം. ഫ്രാക്ഷനിൽ 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 25 ആണ്. മൈനസ് 1/3 എന്ന് വരും. സോ 10 മൈനസ് 25 മൈനസ് 1, 25 മൈനസ് 1 എന്താ വരിക, 24. അപ്പോൾ 24/3 എന്ന് വരും. അപ്പോൾ 10 മൈനസ് 24/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണത്, 8 അല്ലേ. 24/3 എന്ന് പറഞ്ഞാൽ 8, കാരണം 3 ഇൻറ്റു 8 ആണ് എന്ത്, 24 എന്ന് പറയുന്നത്. 10 മൈനസ് 8 ആൻസർ വിൽ ബി 2. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ ഇതിൽ. പിന്നെ അറിയേണ്ടത് ബോർഡ് മാസ് റൂളാണ്. ബോർഡ് മാസ് ബോർഡ് മാസ് റൂൾ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ബ്രാക്കറ്റുകൾ ഉള്ളത് ആദ്യം കൺസിഡർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അവിടെയുള്ള ഡിവിഷൻ കൺസിഡർ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ആണ്, പിന്നെ അഡീഷൻ ആണ്, പിന്നെ സബ്ട്രാക്ഷൻ ആണ്. പിന്നെ ആ ഒരു ഓർഡറിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ ഡിവിഷൻ ചെയ്യണം. ഈ ഡിവിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ ആദ്യം നോക്കണം. ന്യൂമറേറ്ററിൽ എന്തുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഈ ന്യൂമറേറ്ററിനെ റെഡിയാക്കി 24 എന്നുള്ള രീതിയിലോട്ടാക്കി. പിന്നെ ഈ എക്സ്പ്രഷനിൽ പിന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് ആരെയാണ്, ഡിവിഷനാണ്. ആ ഡിവിഷൻ ചെയ്താണ് 8 വന്നത്. ായോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഓപ്പറേഷൻസ് നോക്കുമ്പോഴും ആ ഓർഡറിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഓർഡർ അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് വരാം. ആ ഓർഡർ അറിയില്ല എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകും. ഇപ്പോൾ നമ്മൾ വിചാരിക്കാത്ത നമ്പറുകൾ തമ്മിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക. ഈ 2a എന്ന് ഡയറക്റ്റ് 5a ഒക്കെ സബ്ട്രാക്ട് ചെയ്താൽ അവിടെ തീർന്ന്. ഈ 2 ഇൻറ്റു 5 5 ഇൻറ്റു 5 സബ്ട്രാക്ട് ചെയ്താൽ അവിടെ തീർന്ന്. മനസ്സിലായോ. അതല്ലാതെ ചെയ്യേണ്ടത് ആദ്യം ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ന്യൂമറേറ്റർ സെറ്റ് ആക്കണം. ന്യൂമറേറ്റർ സെറ്റ് ആക്കിയിട്ട് വേണം 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ. എന്നിട്ട് വേണം അത് ടോട്ടൽ ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാൻ. ആ ഓർഡറാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മൾ ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റൂൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ആയിട്ട് വരും. അല്ലാതെ അതിങ്ങനെ കാണാൻ പഠിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബോർഡ് മാസ് റൂൾ ഒരു ആവശ്യമില്ല. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് കിട്ടും. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്